ശ്രദ്ധയ്ക്കെടുക്കുന്നത് 1 തെസ്സലോനിയരുടെ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. The first letter of Thessalonians chapter 5 verse number 24. 1 Thessalonians 5:24. ഇങ്ങനെ പറയുന്നു, God will make full. 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. അല്ലെ, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തന. അപ്പൊ അതിന്റെ 23-ാം വാക്യം പറയുന്നത് നമ്മളുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തിനെയും ദൈവത്തിന് വിശുദ്ധമായിട്ട് കുറ്റമില്ലാത്തതായിട്ട് വെക്കാൻ സാധിക്കും. നമ്മളെ വിശുദ്ധരായിട്ട് എല്ലാ വിധത്തിലും സമാധാനത്തിന്റെ ദൈവമായ കർത്താവിന് നമ്മളെ എല്ലാ വിധത്തിലും വിശുദ്ധരായിട്ടും നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തിനെയും സൂക്ഷിക്കുവാൻ ക്രിസ്തു യേശു വരുന്നത് വരെ സൂക്ഷിക്കുവാൻ കഴിവുള്ളവന്. നമ്മൾ ഓർക്കും എങ്ങനെ ഇത് സാധിക്കും എന്നോർക്കുന്നിടത്ത് അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിയരോട് പറയുക, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. എങ്ങനെ നിങ്ങളെ വിശുദ്ധരായിട്ട് യേശു കർത്താവിന്റെ മടങ്ങി വരുവരെയും സൂക്ഷിക്കാൻ സാധിക്കുക? എങ്ങനെയാ നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ എല്ലാം വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്നിട്ടാണ് 24-ാം വാക്യം പറയുന്നത്, ദൈവം ഇതെല്ലാം സംഭവിപ്പിക്കും. ദൈവത്തിന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തന എന്ന് പറഞ്ഞ് ദൈവത്തിനെല്ലാം സാധിക്കും. ദൈവത്തിന് സകലതും സാധിക്കും. ഹല്ലേലൂയ. നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ മേൽ എല്ലാവരുടെയും മേൽ വിളിയുണ്ട്. കേൾക്കുന്നവരാരും ചിന്തിക്കല്ല്, ഓ അവർക്കൊക്കെയാ വിളി, ആ വ്യക്തിക്ക് ഈ വ്യക്തിക്കൊക്കെയാ വിളി, എനിക്ക് വിളിയൊന്നുമില്ല, ഒന്നും വെളിപ്പെട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കല്ലേ. നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ ദൈവ വിളിയുണ്ട്. ദൈവഹിതം നിവൃത്തീകരിക്കാതെ, ദൈവഹിതം പൂർത്തിയാകാതെ നമ്മൾ ഈ ലോകം വിട്ടു പോകത്തില്ല. അതുകൊണ്ട് എത്രയും വേഗത്തില് കർത്താവിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, എന്നെക്കുറിച്ച് കർത്താവെ എന്താണ് പദ്ധതി എന്ന്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കർത്താവിനോട് ചോദിച്ച് തിരിച്ചറിയണം. നമ്മളെയൊക്കെ ഇവിടെ ആക്കിയിരിക്കുന്ന എന്തോ കുറെ ഭക്ഷണമൊക്കെ കഴിച്ച് വലിയതൊക്കെ ആയി, കല്യാണമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ച് കുറെ മക്കളൊക്കെ ആയി, ഇനി മക്കളുടെയൊക്കെ ഭാവിയും കണ്ട് അവരെയും വിവാഹം കഴിപ്പിച്ചിട്ട് നല്ലൊരു വീട്ടിനകത്തൊക്കെ താമസിച്ചിട്ട് ഇനി സുഖമായിട്ട് കണ്ണടച്ച് പോകാം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ വേർതിരിച്ച് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് നമ്മളെ യേശുവിന്റെ നാമം അറിയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിനോട് ചോദിക്കണം, കർത്താവെ എന്നെ കുറിച്ച് അങ്ങയുടെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്താണ് അങ്ങയുടെ രാജ്യത്ത് ചെയ്തു തരേണ്ടത്? എല്ലാവർക്കും ഒരു മൈക്കും എടുത്ത് സ്റ്റേജും കെട്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചിരിക്കുന്ന പല ഉദ്ദേശങ്ങൾക്കാണ് വിളിച്ചിരിക്കുന്നത്. മോശയെ ദൈവം വിളിച്ചത് തൻ്റെ ജനത്തിനെ വിടുവിച്ച് പുറത്തിറക്കാൻ വേണ്ടിയാ. മോശ എന്തോ മിടുക്കനോ വലുതോ എന്നൊന്നും പറഞ്ഞല്ല. ദൈവം അവിടെ തൻ്റെ ജനം എന്തൊക്കെ ചെയ്തിട്ടും, ഇസ്രായേലികൾ എന്തൊക്കെ ചെയ്തിട്ടും ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല സഹോദരൻ. എന്നാലും മോശയെ ദൈവം പല ഇതിലും വഴക്ക് പറഞ്ഞത് അല്ലേ? മോശ അവരെ വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ത്യാഗി എന്നൊക്കെയുള്ള ഇതില് ദൈവം മോശയെ വാഗ്ദത്ത ദേശത്ത് പോലും കയറ്റിയില്ല. എന്നിട്ടും ഇസ്രായേൽ ജനത്തിനോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെ? അപ്പം അവിടെ ഞാൻ എന്ന വ്യക്തിക്കല്ല ഫോക്കസ്, ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളതാ ഫോക്കസ്. ഹല്ലേലൂയ. അപ്പം ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതെങ്ങനെ നടക്കും? അയ്യോ ഞാൻ ഏഴയാണ്, പുഴുവാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് ഇരിക്കാൻ ഒന്നും പറ്റത്തില്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നമ്മളെ കൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തന. നമ്മളെ കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ
മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ എത്തിക്കുന്നിടത്തുനിന്ന് നമ്മളെ പുഷ് ചെയ്ത് നമ്മളെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. വചനം അവിടെ തെസ്സലോനിക്കരുടെ ലേഖനം 5:24 പറയുന്ന God will make this happen. ദൈവം ഇത് നടത്തി എടുക്കും. God will make this happen. this happen. ഇത് God may make this happen എന്നല്ല, God could എന്നല്ല, God will. ഉറപ്പായിട്ടും ദൈവം ഇത് പൂർത്തീകരിക്കും. ദൈവം ഇത് ചെയ്തെടുക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തന. ദൈവം ഒരു കാര്യം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അബ്രഹാമിനെ 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വിളിച്ചപ്പം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മൂലം അനേകര് അനുഗ്രഹിക്കപ്പെടും. ഐ വിൽ മേക്ക് യു എ ബ്ലെസ്സിങ്. അതാണ് ഏറ്റവും വലിയ കാര്യം അബ്രഹാമിനോട് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 12 നിന്റെ പേര് ഞാൻ വലുതാക്കും, അല്ലെ? ഉൽപ്പത്തി ജെനസിസ് ചാപ്റ്റർ 12. ഹല്ലേലൂയ. അതിനകത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പം എവിടോ കിടന്ന അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്നെ ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കും. കണ്ടു, ആ 2-ാം വാക്യത്തിനകത്ത് ഉൽപ്പത്തി 12:2 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്താ? ഞാൻ നിന്നെ ഒരു ബഹുജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ അനേകർക്കൊരു അനുഗ്രഹമായി തീരും. അബ്രഹാം എന്ന് ചോദിച്ചില്ല, കർത്താവേ ഇതെങ്ങനെ നടക്കും, എനിക്ക് കുഞ്ഞുങ്ങൾ പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ബഹുജാതിയാകും? എന്നുവെച്ചാൽ അബ്രഹാമിന് അറിയാമായിരുന്നു ആ വിളിക്കകത്ത് ശക്തിയുണ്ട്. ഹല്ലേലൂയ. എത്ര ആലസ്യത്തോടെ ഇരുന്നാലും, എത്രയോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നാലും, ഹല്ലേലൂയ, അബ്രഹാം പുഷ് ചെയ്ത് അബ്രഹാമിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് കയറ്റുന്ന ഒരു മഹാശക്തിയ അബ്രഹാമിനെ വിളിച്ചെന്ന് അറിയാമായിരുന്നു. സ്തോത്രം. ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം പണിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളൊന്ന് നിന്നു കൊടുത്താൽ മതി. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്ത് ശക്തിയുണ്ട് നമ്മളെ പുഷ് ചെയ്ത് ആ വാഗ്ദത്തത്തിനകത്തേക്ക് കയറ്റുവാനായിട്ട്. ഹല്ലേലൂയ. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അകത്തിട്ട് തന്നിരിക്കുന്നത്. സ്തോത്രം. എത്ര നാള് കഴിഞ്ഞാലും, നമ്മൾ എത്ര ഏത് വിധത്തിൽ കൂടെ കടന്നു പോയാലും, ഹല്ലേലൂയ, എങ്ങനെ എന്ത് സംഭവിച്ചാലും, ഞാൻ ഉറപ്പോടെ പറയട്ടെ, കർത്താവിന്റെ വായിന്ന് വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് എങ്ങനെയെങ്കിലും അത് നിവർത്തീകരിക്കും. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ ദൈവത്തിന്റെ ശക്തി നമ്മളുടെ മേൽ വന്ന്, നമ്മളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ പുഷ് ചെയ്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ആ വാഗ്ദത്തത്തിനകത്തേക്ക് നമ്മളെ കയറ്റി നിർത്തും. നമ്മുടെ ദൗത്യത്തിനകത്ത് കയറ്റി നിർത്തും. നമ്മൾ എത്രയോ അതറി എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിവില്ല, ശക്തിയില്ല, ഞാൻ ഒറ്റയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ ശക്തി നമ്മളെ കൊണ്ട് അത് ചെയ്തെടുപ്പിക്കും. നോവയെ ദൈവം വിളിച്ചപ്പോ ഈ ലോകത്ത് ആർക്കും ഏൽപ്പിച്ചിട്ടില്ലാത്തൊരു ദൗത്യമായി ഏൽപ്പിച്ചത്. ദൈവം മെഷർമെന്റ്സ് കൊടുത്തു, എന്നിട്ട് പറഞ്ഞൊരു പെട്ടകം പണിയണം. പക്ഷെ നോക്കിക്കേ, നോവ ഒരു കൃഷിക്കാരനായിരുന്നു. നോവ അവിടെ ഇരുന്നിട്ട് ദൈവത്തിനോട് പറയാ, അയ്യോ ദൈവമേ, എന്തൊരു വിളിയായത്, ഞാൻ വെറും ഒരു കൃഷിക്കാരനാ, എന്നിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത് ബോട്ട്, ഞാൻ ഇനി ഒന്നേന്ന് പറഞ്ഞു പോയി അത് പഠിക്കണം, എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നോവ എന്ത് ചെയ്തു? നോവയെ വിളിച്ചപ്പം നോവ പറഞ്ഞു, അടിയനിതാ. ഹല്ലേലൂയ. നിന്നുകൊടുത്തപ്പം ദൈവം പുറകെ മെഷർമെന്റ്സ് ഇട്ടുകൊടുത്തു, അല്ലേ? ഹല്ലേലൂയ. ദൈവം അതിന്റെ ഓരോ വളവും ഓരോ മെഷർമെന്റ്, ഓരോന്നിന്റെ തടിയുടെയും നീളത്തിന്റെയും വീതിയും ആഴവും എല്ലാം സകലതും പറഞ്ഞു കൊടുത്ത് നോയെ കൊണ്ട് ചെയ്തെടുപ്പിച്ചു. ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൗത്യം, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അയ്യോ കർത്താവെ എന്നെ കൊണ്ട് വയ്യ, ഇത്രയൊരു വലിയ കുടുംബത്തിനെയാണോ ഞാൻ നോക്കേണ്ടത്? കർത്താവെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെയാണോ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ കൊണ്ടുവരേണ്ടത്? അയ്യോ ഞാൻ കയറി ചെന്നിരിക്കുന്ന ഭവനം ഇങ്ങനത്തെ അവിശ്വാസികളുടെ ഇടയിലാണല്ലോ, അവര് പുറമെ വിശ്വാസമേ ഉള്ളൂ, ഞാൻ ഇവരെയാണോ കർത്താവിൽ ഏൽപ്പിച്ച് വിടുവിക്കേണ്ടത്? അയ്യോ കർത്താവെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണോ? ഓ, കർത്താവ് പറയും, നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം, എൻ്റെ ശക്തി നിന്റെ മേൽ പകർന്ന് നിന്നെ കൊണ്ട് അത് ചെയ്തെടുപ്പിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുടുംബം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദേശം, പട്ടണം, ജോലി സ്ഥലം, കൂട്ടുകെട്ടുകൾ
ബുദ്ധിമുട്ടുകള് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ ദൈവം പറയും, നിന്നെ ഞാൻ അവിടെ നടുക്കാക്കി വെച്ചിരിക്കുന്ന എനിക്കറിയാം, എൻ്റെ കൃപ മതി നിന്റെ മേൽ. ഹല്ലേലൂയ, നിന്നെ കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും. ഒന്ന് നോക്കിക്കേ, പൗലോസ് ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നു. പല ബൈബിൾ അതിൻ്റെയൊക്കെ പാണ്ഡിത്യം എടുത്തവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ബുക്സിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ ഒരു 3-4 PhDക്ക് തുല്യമാ പൗലോസിന്റെ പഠിത്തം. അത്ര ജ്ഞാനിയും അറിവും ഉള്ള മനുഷ്യനായിരുന്നു. ഒരുപാട് ദൈവസന്നിധിയില് ദൈവം കൂട്ടിക്കൊണ്ടുപോയി ദൈവസിംഹാസനത്തിന്റെ മുമ്പിലിരുത്തി പലതും പറഞ്ഞു കൊടുത്ത അതാ പൗലോസ് പറയും, സ്തോത്രം. പക്ഷെ ഒരുപാട് വെളിപാടും ദർശനവും ദൈവത്തിന്റെ ജ്ഞാനവും അറിവും ഒക്കെയുള്ള ഒരു അപ്പോസ്തലനായിരുന്നു. പക്ഷേ ദൈവം കൊണ്ടിട്ടത് എവിടാ? ജാതികളുടെ ഇടയില്. താൻ സ്വന്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഈ വചനം വേണ്ടാത്തത് കൊണ്ട് ഞാൻ പോകുക ജാതികളുടെ ഇടയിൽ. പക്ഷെ ഒന്ന് നോക്കിക്കേ, അത്രയും അറിവും ജ്ഞാനവും കടിച്ചാ പൊട്ടാത്ത അറിവുമുള്ള മനുഷ്യൻ, ഹല്ലേലൂയ, പോയത് ഒന്നും അറിയാൻ മേലാത്ത, ദൈവം ആരാന്ന് പോലും അറിയാൻ മേലാത്ത ജാതികളുടെ ഇടയില്. എന്നാ വലിയ ദൗത്യമാ അല്ലേ? നമ്മൾ ഓർക്കും കുറെ അറിവും ജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് മനുഷ്യരോടും എനിക്ക് സുവിശേഷം പറയാം. നോ, അല്ല, ദൈവം ആരാന്ന് പോലും അറിയാത്തവരോട് എങ്ങനെ ഇത്രയും അധികം പാണ്ഡിത്യമുള്ള മനുഷ്യന് എങ്ങനെ ചെന്ന് ഇത്ര നിസ്സാരമായി സുവിശേഷം പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ എങ്ങനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ലേഖനം പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളു തുറന്നു തരാതെ അപ്പോസ്തലൻ പൗലോസ് എഴുതിയ ഒറ്റ ലേഖനം പോലും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ജാതികൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലന്റെ അകത്ത് ശക്തിയിട്ട് കൊടുത്തിട്ട് ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ഒരു കാര്യത്തിന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കകത്ത് സകല ശക്തിയും ഇരിപ്പുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് കൃപയുമുണ്ട്, ശക്തിയുമുണ്ട്, എനിക്ക് വേണ്ട സകലതുമുണ്ട്. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ വിളിക്കകത്ത് എനിക്ക് വേണ്ട കൃപയുണ്ട്, ശക്തിയുണ്ട്, എനിക്ക് വേണ്ട സകലതും ആ വിളിക്കകത്തുണ്ട്. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, 2 Peter chapter 1 verse 10. So, dear brothers and sisters, work hard to prove that you really are among those God has called and chosen. Do these things and you will never fall away. പറഞ്ഞേ, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. എന്നിട്ട് do these things and you will ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അപ്പം വചനം നമ്മളോട് നിർബന്ധിക്കുക, നമ്മളുടെ വിളിക്കനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുവാൻ. ഹല്ലേലൂയ. വിളിക്കനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുവാൻ. സ്തോത്രം. നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ, പഠിച്ചാൽ മാത്രം മതി അല്ലേ? നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ 6 വയസ്സാവുമ്പം തൊട്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചാൽ പോയി പഠിക്കൊന്നും അല്ല, 1 മണിക്കൂർ വീട്ടിലെ പണി ചെയ്യണം എന്നിട്ട് മതി പഠിക്കാൻ എന്നൊക്കെ പറയാറുണ്ടോ? ഞാൻ പറയത്തില്ല, എൻ്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ എന്നാലും വീട്ടുപണി എല്ലാം ചെയ്യാനും അറിയാം അല്ലേ? പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ വിളിച്ചിരിക്കുന്നത് പഠിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അവൻ പഠിക്കാൻ വിളിച്ചിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കും, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വിളി നമ്മളുടെ മേൽ പല മേഖലയിലായിരിക്കും. സ്തോത്രം. നമ്മളെ ചിലപ്പം വിളിച്ചിരിക്കുന്ന ആരെങ്കിലോടും സുവിശേഷം പറയാനായിരിക്കും. നമ്മളെ ചിലപ്പം വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ വചനം പഠിപ്പിച്ചു കൊടുക്കാനായിരിക്കും. ചിലപ്പം നമ്മളെ വിളിച്ചിരിക്കുന്ന രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം കൊണ്ടുവരാനായിരിക്കും.
കാര്യം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നമ്മളോട് പറയാ, അതിനകത്തേക്കൊന്ന് ഉത്സാഹിക്കുക, അതിനകത്തേക്കൊന്ന് ബന്ധപ്പെട്, അതിൻ്റെ അകത്തേക്ക് ആ വിളിക്കനുസരിച്ചൊന്ന് പെരുമാറ്. പെരുമാറ്. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ച വിളിക്കനുസരിച്ച് അബ്രഹാം പെരുമാറി. അബ്രഹാം പോയെടുത്ത് ഹല്ലേലൂയ മക്കളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, രാജാവിനെ എന്തുവാ അവര് ഒരു രാജാവിൻ്റെ ഒരു രാജ്യത്ത് ചെന്ന് അവിടെ സാറയെ രാജാവ് ഭയങ്കര, അയ്യോ ഇവള് കല്യാണം കഴിച്ചതാ, നീ അവളെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മേൽ ശാപം വീഴും അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞ് ദൈവം ഇതെല്ലാം കഴിഞ്ഞ് ആ രാജാവ് ക്ഷമയൊക്കെ ചോദിച്ചു കഴിഞ്ഞ് സാറയെ വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ രാജാവിൻ്റെ ഭവനത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി. എന്നുവെച്ചാൽ അവരുടെയൊക്കെ ഉദരം അടഞ്ഞതായിരുന്നു. അബ്രഹാം അവിടെ പറയുക, അയ്യോ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ എന്ന് അവിടെ വാദവും തർക്കവും ഉണ്ടായിരുന്നെങ്കിൽ ദൈവം വിളിച്ച് മക്കളെ കൊടുക്കാം, ജാതിയാക്കി തീർക്കാം എന്നുള്ള വിളി നഷ്ടപ്പെട്ടു പോയേനെ. ഇപ്പുറത്ത് രാജാവിന്റെ ഭാര്യയെ സ്ത്രീകളെയും പ്രാർത്ഥിച്ചാലേ അപ്പുറത്തെ സാറയുടെ ഉദരം തുറന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്തേക്ക് നമ്മളൊന്ന് പരിശ്രമിക്കണം കേറുവാനായിട്ട്. ഹല്ലേലൂയ, ഒന്ന് നടക്കണം. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിലുള്ള വ്യക്തിയാ, എന്നെ ദൈവം വചനം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ചെന്നൊന്ന് പറയട്ടെ. നാളെ കാലം ഒരു വലിയ ഒരു സ്റ്റേജിന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയാനായിട്ടുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ ദൈവം? അങ്ങനെയെങ്കിൽ രണ്ടുപേരെങ്കിലും പറഞ്ഞു തുടങ്ങണം, കർത്താവെ ആ സ്റ്റേജ് വെളിപ്പെടട്ടെ, ആ ദേശം വെളിപ്പെടട്ടെ, ആ ജനം വെളിപ്പെടട്ടെ, അതുവരെ ഞാൻ ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനകത്തേക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് കേറണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുക, നിങ്ങൾക്ക് ആ വിളിക്ക് ഇറങ്ങാൻ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന പേർപ്പസിനകത്തേക്ക് ഇറങ്ങുവാൻ ദൈവം അത് തക്ക സമയത്ത് നടത്തി തരും. അതുവരെയും നമ്മൾ വിശ്വസ്തയോടെ ഒന്ന് മുന്നേറാൻ. ഹല്ലേലൂയ. എന്നിട്ട് 2 പത്രോസ് 1:10 പറയുക, നിങ്ങളൊന്ന് ശ്രമിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചെയ്യുക, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയില. ഹല്ലേലൂയ. നമ്മളുടെ മേൽ ആ തെരഞ്ഞെടുപ്പ് ഉള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പുഷ് ചെയ്യും നമ്മുടെ വാഗ്ദത്തത്തിനകത്തേക്ക്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ തള്ളിവിടും. ഹല്ലേലൂയ. നമ്മൾ ലഭിക്കേണ്ട അനുഗ്രഹത്തിനകത്തേക്ക്, ആ വിളിക്കകത്തേക്ക്. സ്തോത്രം. കർത്താവിന്റെ കയ്യിലൊന്ന് വിട്ടുകൊടുത്തു നിന്നാൽ മതി. കർത്താവിനോട് പറഞ്ഞേ, ഹല്ലേലൂയ, കർത്താവെ എനിക്കറിയാം എൻ്റെ മേൽ വിളിച്ചിരിക്കുന്ന ആ വിളി നടക്കും, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുക. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. സ്തോത്രം. കറങ്ങിയ ദൗത്യത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ കർത്താവ് മതിയായവനാ. പക്ഷെ നമ്മൾ നിന്നുകൊടുക്കാൻ തയ്യാറാണോ? മോശ നിന്നുകൊടുത്തു. ഹല്ലേലൂയ. മോശെ ദൈവം മോശെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആദ്യമൊക്കെ ഇതെങ്ങനെ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും മോശ പറഞ്ഞു, ഒരു ഉറപ്പ് എന്നോട് പറ, എൻ്റെ കൂടെ സാന്നിധ്യം വരാമെങ്കിൽ ഞാൻ പോകാം. ഹല്ലേലൂയ. സാന്നിധ്യം കൂടെ വരാമെങ്കിൽ ഞാൻ പോകാം. മോശ നിന്നുകൊടുത്തു. അബ്രഹാമേ എന്ന് ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം തിരിഞ്ഞിട്ട് ചോദിച്ചില്ല ഇതെങ്ങനെ നടക്കുമെന്ന്. അബ്രഹാം പറഞ്ഞു, ഞാൻ പോകാം. അബ്രഹാം എല്ലാം ഉപേക്ഷിച്ചേച്ച് പോയി. നോയെ എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചപ്പം നോവ പറഞ്ഞില്ല, അയ്യോ വേറെ വല്ലവരെയും പോയി എനിക്ക് പറ്റത്തില്ല. നോവ പറഞ്ഞു, ഞാൻ നിന്ന് തരാം. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസിനെ ദൈവം വിളിച്ചപ്പം ഹല്ലേലൂയ പൗലോസ് പറഞ്ഞില്ല ഇതെങ്ങനെ സാധിക്കും, വേറെ വല്ലവരെയും പോയി വിളിക്ക്, പത്രോസ് ഉണ്ട്, യോഹന്നാനുണ്ട്, എനിക്ക് പറ്റത്തില്ല. പൗലോസ് പറഞ്ഞു, അടിയനിതാ. ഹല്ലേലൂയ. അടിയനിതാ. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ആ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനകത്ത്, അടിയനിതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മളെ തള്ളിയെടുത്ത് ആ ദൗത്യത്തിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. മരിയ എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചപ്പോൾ മരിയെ വലിയ ഒരു ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചത് ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ ദൈവത്തിനൊരു വ്യക്തിയെ
വേണമായിരുന്നു. മരിയ പറഞ്ഞു അടിയനിതാ. ഹല്ലേലൂയ. അപ്പം ദൈവം എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടിട്ട് നീ ഒരു പ്രജയെ പ്രസവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ മരിയയ്ക്കൊന്നും പക്ഷെ മരിയ പറഞ്ഞു അടിയനിതാ. ഇന്ന് നമ്മൾ പറയാൻ തയ്യാറാണോ? ദിനംതോറും കർത്താവെ, അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനകത്തേക്ക് അടിയനിതാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും തോറും ദൈവത്തിന്റെ ശക്തി നമ്മളെ പ്രൊപ്പൽ ചെയ്യും. ദൈവത്തിന്റെ ശക്തി നമ്മളെ തള്ളി ആ വാഗ്ദത്തത്തിൽ നമ്മളെ കയറ്റി നിർത്തും. ദൈവത്തിന്റെ ശക്തി നമ്മളെ പുഷ് ചെയ്ത് അല്ലെ നമ്മളെ കൊണ്ട് നമ്മൾക്ക് പോലും ചെയ്തെടുക്കാൻ, നമ്മുടെ ബുദ്ധിക്കകത്ത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തെടുപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവസന്നിധിയിൽ ഈ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നൊന്ന് കർത്താവിനോട് പറഞ്ഞേ അടിയനിതാ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പറഞ്ഞേ കർത്താവേ, എന്റെ ദൗത്യം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഭവനമായിരിക്കും നമ്മുടെ ദൗത്യം. നമ്മൾ നിൽക്കുന്ന ആ വ്യക്തികളുടെ ഇടയിലാണ് നമ്മുടെ ദൗത്യം. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞേ, ഞാൻ ആയിരിക്കുന്നിടത്ത് അങ്ങയുടെ ശക്തി ഒന്ന് വെളിപ്പെടട്ടപ്പാ. ഹല്ലേലൂയ. അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പൂർത്തിയാക്കുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിട്ട് അല്ലെ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളെ ആ ദൗത്യത്തിനകത്തേക്ക്, ലക്ഷ്യത്തിനകത്തേക്ക് നിങ്ങളെ നയിക്കും. അല്ലെ ദൈവം അതിന് വേണ്ട സകല റിസോഴ്സസും തരും. ഹല്ലേലൂയ. ഞാൻ ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കേണ്ട, കർത്താവ് അത് ഏൽപ്പിച്ചു തരും. കർത്താവ് വേണ്ട ശക്തി തരും, കൃപ തരും, ക്ഷമ തരും, ധൈര്യം തരും, സകലതും തരും. നമ്മുടെ വിളിക്കകത്ത് എല്ലാം ഇരിപ്പുണ്ട്. ദൈവം നമ്മളെ വിളിച്ച വിളിക്കകത്ത് നമുക്ക് വേണ്ട കൃപ, കഴിവ്, ശക്തി, ബലം, ജ്ഞാനം, അറിവ് സകലതും നമ്മളെ വിളിച്ച വിളിക്കകത്ത് സ്തോത്രം. കർത്താവ് ഈ വചനത്താൽ ബലപ്പെടുത്തിട്ട് ധൈര്യം പകരട്ടെ.